ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഇഷ്യൂ ആണ് സ്ക്രീൻ ടൈം അല്ലേ? പാരൻസ് പോലും മൊബൈലിൻ്റെ കാർട്ടൂൺസ് വെച്ചിട്ടാണ് ഫുഡ്. അത് ആക്ച്വലി എളുപ്പപ്പണി നോക്കുന്നതാണ്. നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ പോവാം, ഒരു ബാച്ചിൽ നോക്കിയാൽ പകുതിന് മേലെ ആൾക്കാർ ആക്ച്വലി കന്നഡയുള്ള പിള്ളേരായിരിക്കും. പണ്ട് ഇത്ര ഇല്ല. ഞാൻ സ്പെക്സ് വെച്ചത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എൻ്റെ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ ഉണ്ട്, മയോപ്പിക്കൊക്കെ ചെറിയ ജെനറ്റിക് പ്രിഡിസ്പോസിഷൻ. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പോഷേഴ്സ് ഭയങ്കര കൂടുമ്പോൾ, പ്രത്യേകിച്ച് ഫുഡ് കഴിക്കാം. നമ്മളെ നാട്ടിലുള്ളൊരു കാര്യമാണ് കുട്ടികളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിച്ച് അത് നല്ല ചബ്ബിയാക്കി എടുത്തുക എന്നുള്ളത്. അപ്പം അതിനോട്ട് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അതപ്പം ബാക്കിയെല്ലാം സെക്കൻഡറി ആയി. അപ്പം ആ സമയത്ത് ഈ ഫുഡ് കഴിക്കാൻ ഏറ്റവും എളുപ്പം എന്തോ സാധനം വെച്ചു കൊടുത്താൽ അവരിങ്ങനെ വായ തുറന്നവരും ഇറക്കും, വായ തുറന്നവരും ഇറക്കും. എന്താ ഇങ്ങനെ കാണണം? അതെ. എന്താ കഴിക്കുന്നതെന്ന് പോലും അവർ ശ്രദ്ധിക്കാതെ ആ ഒരു പലപ്പോഴും ഇതിൻ്റെ ഒരു അവസ്ഥ വരുന്നത് ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് വരും, സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരും, വിഷൻ ഇഷ്യൂസ് വരും. പക്ഷെ അതിൻ്റെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ ഒബീസിറ്റിക്ക് ഭയങ്കര ചാൻസ് കൂടുതലാണ്. കാരണം ഈ സ്ക്രീന് കണ്ടുകൊണ്ടിരുന്നിട്ട് ജങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിപ്സോ ബിസ്ക്കറ്റോ, ഇത് ഫുൾ ഇങ്ങനെ അറിയില്ല ഇത് കഴിച്ചുകൊണ്ടിരിക്കുക, എന്താവും കഴിച്ചത് പോലും അവൻ അറിയില്ല. അപ്പോൾ ഒരുപാട് കാലറീസ് കയറും. പിള്ളേരെല്ലാം ഈ സൈസിലിരിക്കും. അമ്മമാരെ ഹാപ്പി, പാരൻസ് ഹാപ്പി, ഞങ്ങൾ മാത്രം ഹാപ്പി അല്ല. നമ്മളെ ഫ്രണ്ട് ഡോക്ടർ നിർമ്മൽ, നമ്മൾ ഒഫ്താൽമോളജിസ്റ്റാണ്. ഹി ഓൾവേസ് ടെൽസ്, നീ നിർബന്ധമാണ് നിങ്ങൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ സ്ക്രീൻ വെച്ചിട്ട് അതിൽ പ്രൊജക്ട് ചെയ്തിട്ട് കാണിച്ചോ. വലിയ സ്ക്രീൻ ഫോണിൽ കാണിക്കണ്ട, അറ്റ്ലീസ്റ്റ് കണ്ണെങ്കിലും രക്ഷപ്പെടും. അതെ.